ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ കോക്കനട്ട് ചോക്ലേറ്റ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് ഈ ചോക്ലേറ്റ്, അധികം റേറ്റ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങൽ. അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അധികം ടൈമൊന്നും ആവശ്യമില്ല ഇത് തയ്യാറാക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഒരു 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിരവി വെച്ചിട്ടുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അധികം ബ്രൗൺ കളറാവുന്നത് വരെയൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് കളറായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇതിലേക്കുള്ള ചോക്ലേറ്റ് തയ്യാറാക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് മെൽറ്റായിട്ട് വരും. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഒന്ന് പൊടിച്ചെടുക്കാം. എടുത്തിട്ടുള്ള അധികം നൈസായിട്ട് പൊടിയൊന്നും വേണ്ട. ഈ പൊടിയിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്, 2 കപ്പ് കണ്ടൻസ് മിൽക്ക്, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലൊന്ന് എടുക്കാം. ഇനി മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൽ ഇതൊന്ന് മുക്കിയെടുക്കാം. ഈ ചോക്ലേറ്റ് നമ്മൾ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പെട്ടെന്ന് ലൂസായി പോകും. ഉടയാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോന്നായിട്ട് തന്നെ മുക്കിയെടുക്കണം. ഇനി ഇതൊരു മണിക്കൂർ സമയം ഒന്ന് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല അസൽ ചോക്ലേറ്റ് ആയിട്ട് കിട്ടും. നല്ല കോക്കനട്ട് ചോക്ലേറ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്. ഇതുപോലെ ഇങ്ങനെ കുറച്ച് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികളെ കരയുന്ന സമയത്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. See you.